4 വയസ്സ് തൊട്ട് 17 വയസ്സിന് ഇടയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളെ റേപ്പ് ചെയ്യുക, എന്നിട്ട് അവരെ അതിക്രൂരമായിട്ട് വേദനിപ്പിക്കുക. വേദനിപ്പിക്കുമ്പം മാത്രം അവരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് ഉൽപ്പാദിക്കപ്പെടുന്നു. അതിനെ എടുത്ത് ഇവർ യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം നിലനിർത്താൻ. അത് ചെറിയ പെൺകുട്ടികളുടെ ശരീരത്തിൽ അവർ പേടിക്കുമ്പം മാത്രം ഉണ്ടാവുന്ന ഒരു ലായനിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. അത് ഈ വയസ്സായവരുടെ അടുത്ത് യൂസ് ചെയ്യുക. എന്നിട്ട് ഈ ചെറിയ പെൺകുട്ടികളുടെ സ്കിന്ന് എടുത്ത് ഇവർ യൂസ് ചെയ്യുക. അതും ചെറുപ്പം നിലനിർത്താൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ കൊന്ന് ബർഗറായിട്ടും പിസ്സയായിട്ടും എന്തോ ഗ്രില്ലും ചെയ്ത് ഇവർ തന്നെ ഭക്ഷിക്കുക. എന്ത് ലോകമല്ലേ! ആടും മാടും എല്ലാം തൂങ്ങിയാടുന്ന സ്ഥലത്ത് മനുഷ്യനിങ്ങനെ തൂങ്ങിയാടി ആടുന്ന കാലഘട്ടം വിദൂരമല്ല എന്ന് തോന്നുന്നുണ്ട്. പണമുണ്ടായാൽ എന്താണ് ചെയ്യാൻ പറ്റാത്തല്ലേ? മനുഷ്യനെ ഭക്ഷണമാക്കുന്ന ഒരു കാലം. ആ കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ക്രൂരമായിട്ടുള്ള കഥകൾ അത് ഉണ്ടാക്കി എഴുതി വെക്കുന്നതായിരിക്കും കഥകൾ. അത് നമ്മൾ ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കഥ പോലും ഒരാൾ ഉണ്ടാക്കി വെച്ചില്ല. കാരണം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണത്. അതെല്ലാം കണ്ട് ഞാൻ 2 ദിവസം കൊണ്ട് ഇതൊക്കെയാണ് കാണുന്നത്. പലരും പറയുന്നുണ്ട് അത് കാണരുത്, മാനസിക സംഘർഷം ഉണ്ടാവും, മനസ്സൊക്കെ തകർന്നു പോയി ഒരവസ്ഥയായിരിക്കുമെന്ന്. എനിക്ക് തലവേദന വന്നു, ശരീരം വിറയ്ക്കാൻ ആരംഭിച്ച്, നെഞ്ചെല്ലാം ടക്ക് ടക്ക് ടക്ക്. നമുക്കെന്തെങ്കിലുമൊക്കെ പേടി വരുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കത്തില്ലേ ഹാർട്ട്, അതേപോലെ അടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്കതിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു പാട്ടുകാരൻ. അറിയാലോ നിങ്ങൾക്കെല്ലാം. ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടെന്ന് വെച്ചു നമ്മൾ ഇത്ര നാളും ഇങ്ങനെ ആള് മോശമാണെന്ന് അറിയാം, എന്നാലും നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ. അപ്പം അവരൊക്കെ എന്ത് ക്രൂരന്മാരായിരുന്നു, ഭയങ്കര ക്രൂരന്മാരായിരുന്നു. ഒരാളാണെങ്കിൽ എന്തുവാ പ്രസിഡൻ്റ് ആയിരുന്ന ആള് ഒരു മനുഷ്യനെയല്ല ഒരു റോബോട്ടായിരുന്നു എന്നറിയുമ്പോൾ, ഒരു സാധാരണ വീട്ടമ്മയായ എനിക്ക് ഇത്രയ്ക്കും അതിശയമാണെങ്കിൽ നല്ല പഠിച്ച് നല്ല എല്ലാത്തിനെക്കുറിച്ചും അറിവും ബോധമുള്ള ഒരാൾക്ക് എന്തുമായിരിക്കും, ഷോക്കായിരിക്കും അവർക്കൊക്കെ. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി, ഒന്നും അറിയത്തില്ല നല്ല രീതി മറ്റുള്ളവരോട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലുള്ളൊരു കഴിവ് എനിക്കില്ല. അപ്പം എനിക്ക് പോലും ഇങ്ങനെ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ, ഒരു സങ്കടാവസ്ഥയാണെങ്കിൽ, എല്ലാം അറിയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനായിരിക്കും ഉള്ളത്? പണമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തും നേടാൻ പറ്റും എന്നൊക്കെ തെളിയിക്കുന്ന ഒന്നാണിത്. പ്രധാനപ്പെട്ട കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലൈവാണ്. ഇതാരോ എഴുതി വെച്ചതോ 20-ആം നൂറ്റാണ്ടിലോ 19-ആം നൂറ്റാണ്ടിലോ അല്ല, 19-ആം നൂറ്റാണ്ടിലോ ആ നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ നടന്ന ഒരു ഒരു കാര്യമാണിത്. ഇതാരോ എഴുതി പൊലിപ്പിച്ച് അങ്ങനെ അങ്ങ് വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ അത്രയ്ക്കൊരു ഒരു മനസ്സങ്കടമൊന്നും നമുക്കുണ്ടാവാൻ ഇല്ല. ഇതിപ്പോൾ ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ എല്ലാം ചിത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത അതെല്ലാം ഒന്ന് കണ്ട ഓരോരുത്തരെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്, ഗ്രില്ല് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതും, അത് ഇങ്ങനെ ഫുഡാക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതും, കിടന്ന് തിളയ്ക്കുന്നതും, ബോഡി പാഴ്സുകൾ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നതൊക്കെ കാണുമ്പം നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ഇന്നലെയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലേക്ക് വന്നു. പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കും, ഇന്നലെ ഞാൻ ഒരുപാട് ഭക്ഷണങ്ങൾ വീട്ടിൽ ചെയ്തു, പല വിധത്തിലുള്ളതൊക്കെ ചെയ്തു. പക്ഷേ എനിക്കിതിങ്ങനെ ഓർത്തിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നലത്തെ ഭക്ഷണം ഞാൻ 7-8 മണിയാകുമ്പോഴാണ് കഴിച്ചത്. അത് ഭയങ്കര ടയർഡിലേക്ക് ഞാൻ പോകുമ്പോൾ. അത് നമുക്ക് എങ്ങനാണ് നമ്മൾ വിചാരിക്കും ഒരു വീഡിയോയ്ക്ക് വേണ്ടി വന്നിരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന അങ്ങനല്ല. അത് ഒരു മാനസികാവസ്ഥയാണ്. ആ ഒരു സങ്കടം അത് സഹിക്കാൻ പറ്റത്തില്ല. ആരായാലും എന്താ, ചില കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പം നമ്മുടെ ഹൃദയം ഇങ്ങനെ
ഒന്ന് ആരുടെ കുഞ്ഞും ആവട്ടെ. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഞാനത് ഇങ്ങനെ കാണും. കണ്ടോണ്ടിരിക്കും. അത് ലൈവാണേലും നേരിലായാലും ചില കുട്ടികളോട് ഇങ്ങനെ എനിക്ക് കുഞ്ഞു കുട്ടികളോടൊക്കെ ഭയങ്കരമായിട്ട് കാര്യം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയ ആൾക്കാരോട് അധികം സംസാരിക്കുന്നതിനെ കൂടുതൽ ചെറിയ കുട്ടികളോടാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു സങ്കടം ഒരു കുട്ടി ഇങ്ങനെ നല്ലതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പിന്നെ അവളുടെ സ്കിന്നെല്ലാം അങ്ങ് ഉരിച്ച് മാറ്റിയിട്ട് അവളെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് അവളിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചങ്കൊക്കെ പൊടിഞ്ഞു പോവും. അത്രയ്ക്ക് ക്രൂരന്മാർ എങ്ങനെ ഒരു മനുഷ്യൻ ഇത് മനുഷ്യനൊന്നുമല്ല ഇത്. ഇത് മനുഷ്യനേ അല്ല. ഇവരാരും മനുഷ്യനല്ല. ഒരു മനുഷ്യനിങ്ങനെ ചെയ്യാം. വേറൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഒന്നിനും ഒരു സൂചി കൊണ്ട് ഇങ്ങനെ കുത്താൻ പറ്റുമോ? അങ്ങനെ കുത്താൻ പറ്റുന്ന ഒരു മനസ്സ് അവർക്കുണ്ടെങ്കിൽ അവർ മനുഷ്യനല്ല. മൃഗങ്ങളും അല്ല. മൃഗങ്ങൾ കൂടി ഇങ്ങനൊന്നും ചെയ്യുമെന്ന് മൃഗങ്ങളും ചെയ്യുമെന്ന് ഭയങ്കര സംശയം. ഒരു മൃഗങ്ങളും ചെയ്യത്തില്ല. മനുഷ്യൻ മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാര് മനുഷ്യൻ മാത്രമാണ്. ഒരു മൃഗങ്ങളും ഇല്ല. അവരെ ആക്രമിക്കാതിരുന്നാൽ അവരൊന്നും ചെയ്യത്തില്ല. എത്ര കൊടൂരമായിട്ടുള്ള മൃഗങ്ങളായാലും. അത്രയ്ക്കും ക്രൂരന്മാര് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ച് നാള് ജീവിക്കണം. 10ഓ 20ഓ വർഷം. അതോ ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികളുണ്ട്. ഇനി അവരെന്തൊക്കെ അനുഭവിക്കണം? ഇതൊക്കെ ഇപ്പോൾ ആലോചിച്ച് ഇപ്പോഴേ എനിക്കങ്ങ് ടെൻഷനാ. ഞാനൊക്കെ ചത്തുപോയി കഴിയുമ്പോൾ എൻ്റെ കുട്ടികളുടെ ഗതി എന്താവും? ഈ ലോകത്തിലല്ലേ അവരൊക്കെ ജീവിക്കേണ്ടത്. ആൺകുട്ടികളായ എനിക്ക് ഇത്രയ്ക്കും പേടിയാണ്. ഈ പെൺകുട്ടികളോടുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തോരം പേടിയായിരിക്കും. ആലോചിച്ച് നോക്കിയേ. നിങ്ങളെല്ലാവരും പോയി അതൊന്ന് കാണണം. കാണാത്തവർ. പേടിക്കാനല്ല. അത് കണ്ടു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെടും. നമുക്ക് ഈ പിന്നെ എന്തോ പറയുന്നത് പ്രഗ്നൻ്റ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ മനസ്സിന് കട്ടിയില്ലാത്ത ആൾക്കാരോ ഇവരൊന്നും പോയിരുന്ന് അതൊന്നും കാണരുത്. തകർന്നു പോകും നിങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ. കുറച്ച് കാണുവാണെങ്കിൽ പിന്നെയും പിന്നെയും അത് കാണാനായിട്ട് നമുക്കൊരു ഇത് വരും. പക്ഷേ അങ്ങനെയും പോയി കാണരുത്. കാണാതിരിക്കണം. പക്ഷേ എന്താ പറയുന്നത് അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കാണണം. കാരണം നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ലോകം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഏത് നിമിഷവും നമ്മുടെ നേരെ തിരിയും. എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ തിരിക്കും. പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇവരിങ്ങനത്തുള്ളൊരു കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ നാടിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത്രയധികം പബ്ലിസിറ്റി ചെയ്ത് ആരെങ്കിലും വിടുവോ? അപ്പോൾ എന്തോ ഒരു കാര്യം അതിലും വലുത് വരാനുണ്ട്. അതിനുവേണ്ടി തയ്യാറെടുപ്പോട് എല്ലാവരും ഇരിക്കണം. ഞാനിങ്ങനൊന്നും പറയാനുള്ള ആളൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ അത്രയ്ക്കും പഠിച്ചിട്ടോ അല്ലെങ്കിലും എനിക്ക് അത്രയ്ക്കും ബോധമൊന്നുമില്ല. എനിക്ക് കണ്ട കാര്യങ്ങൾ എന്താണ് ഇനി വരാൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ചിന്തിക്കുന്നത് പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും കണ്ടതിൽ നിന്ന് എനിക്ക് ഇതൊക്കെയാണ് മനസ്സിലായത്. അത് എങ്ങനെയാണ് നിങ്ങളോട് നല്ല രീതിയിൽ ഒന്ന് പറയണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല എല്ലാം ഒന്നൊന്ന് എടുത്തു വെച്ച് ഈ പേരങ്ങനെ ആ പേരങ്ങനെ എന്ന് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാവുന്ന എൻ്റേതായിട്ട് രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിപ്പോൾ കാണുന്ന 100ഓ 200ഓ പേരൊക്കെയാണ്. എന്നാലും അവർ കാണട്ടെ. ചിലപ്പോൾ ഇത് ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഒട്ടും അറിയാം എക്സ്ട്രീം ഫയൽസ് എന്ന് പറയുന്നത് ആണ് അത്. നിങ്ങൾ പോയി കാണുക കേട്ടോ. അറിയാത്ത ആൾക്കാർ ചില ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. കാരണം ചില ആൾക്കാർ ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. ഇത് കൂടുതലും ഇംഗ്ലീഷിൽ ഇതായിട്ട് വരുന്നത് കാരണം ഇംഗ്ലീഷ് അല്ലേ എന്നിട്ട് തെള്ളി വിട്ടിട്ട് പോകും. ശ്രദ്ധിക്കത്തില്ല. അപ്പം അവർ ഈ എന്തെങ്കിലുമൊക്കെ നല്ല മനസ്സിന് സന്തോഷം തരുന്നതേ കാണത്തുള്ളൂ. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണത്തില്ല. അപ്പം നിങ്ങൾ പോയി അതിനെക്കുറിച്ചൊന്ന് കാണണം, മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ട കാര്യമൊക്കെയാണ്. ഇതിനകത്ത് ഫുള്ള് മോശമാണ്. പക്ഷെ മനസ്സിലാക്കി വെക്കണം. ചെറിയ കുട്ടികളൊന്നും കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ മോനോട് ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം മൂത്ത മോനെല്ലാം അറിയാം. പക്ഷേ ഇളയ കുട്ടിയോട് പറഞ്ഞപ്പോൾ അതൊക്കെ എന്തുവാന്ന് പറഞ്ഞുകൊണ്ട് അവൻ തട്ടിക്കളഞ്ഞിട്ട് പോയി. ഇങ്ങനൊരു സംഭവം ഉണ്ടെടാ എന്ന് പറഞ്ഞപ്പോൾ അവന് കാണുന്നത് വല്ല മീൻ വളർത്തുന്നതും ഒക്കെയാണ് അവനിഷ്ടം. അവനത് പോയിരുന്ന് കണ്ടു. അപ്പം കുട്ടികൾക്കൊന്നും ഇതെന്താണെന്ന് പോലും അറിയത്തില്ല. വളരെ നീണ്ടുപോയി വീഡിയോ. കാണാൻ ആരുമില്ല. എന്തായാലും
താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം എന്നെ കണ്ടവർക്ക്.